കണ്ണൂർ പെളരശ്ശേരി ഐവർകുളത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ സമാപനം ക്ഷേത്രത്തിൽ നടത്തരുതെന്ന ഭീഷണിയുമായി CPM പ്രാദേശിക നേതാവ്. ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ സമാപനം ആലക്കാട് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നടത്തരുതെന്ന് പറഞ്ഞാണ് CPM ലോക്കൽ കമ്മിറ്റി അംഗം അനീഷ് മടപ്പുര ഭാരവാഹിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. പിണറായി സർക്കാർ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങുന്നതിനിടയിലാണ് പാർട്ടി നേതാവ് ക്ഷേത്രം ഭാരവാഹിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഇതിന്റെ ഓഡിയോ പുറത്തു വന്നിരുന്നു. ജനം ബ്രേക്കിംഗ്. ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ആർഎസ്എസിന്റെ ബാലഗോകുലത്തിന്റെ പരിപാടിയാണല്ലോ. അതെ അതെ. ആ പരിപാടി പെർലശ്ശേരി തളിയാമ്പക്കാട്ട് കമ്മിറ്റി ആലക്കാട്ടേക്ക് സമാപിക്കാനൊരു തീരുമാനത്തിന് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി വസ്തുത എനിക്കറിയില്ല. അങ്ങനെ ഒരു ആലോചന ഇല്ല. അല്ല, അവര് ചോദിച്ചു ഇങ്ങനെ അവിടെ നമ്മൾ സമാപിച്ചോട്ടെ എന്ന് ചോദിച്ചു. നമുക്കിപ്പം രാമദാസൻ, പിന്നെ മനോഹരന്റെ മോനെ, ഇവരൊക്കെയല്ലാണ് നമ്മളവിടെ വരുന്നവരാണ്, നാട്ടുകാരാണ്. അപ്പോ ഒരു ക്ഷേത്ര സംബന്ധമായ കാര്യം അല്ല, ദൈവികമായ ഒരു കാര്യമായതുകൊണ്ട് നമ്മളതിന് ഒന്നും പറഞ്ഞില്ല, എതിരൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ മറ്റേ പാർട്ടി മറ്റേ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. ആ വീഡിയോ ഓടിക്കാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അവർ കഴിഞ്ഞ ദിവസം വീഡിയോ ഓടിക്കാൻ അയച്ചുതരാം. ഞാൻ അവരോട് പറയാം. അവരോട് പറയാം. അല്ല അങ്ങനെയല്ല, നമുക്കിപ്പം അങ്ങനെ ഒരു മിനിറ്റ്, നിങ്ങൾക്കത് ശരിയാൻ തോന്നി അനുവദിക്കുകയാണെങ്കിൽ അനുവദിച്ചു. അതിന് നമ്മുടെ തരത്തൊന്നും വേറെ പറയില്ല. അല്ല, നമ്മളതിൽ മറ്റു തരത്തിലുള്ളതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ആരും ഒരാളതിനൊരു അല്ല പറയുന്നത്, ആർക്കെങ്കിലും ഒരാൾക്ക് എങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ അകത്ത് മാറുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവരും വേണം. ഓക്കെ, നിങ്ങൾ മാറുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പെരളശ്ശേരിയിൽ ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വരുന്ന 14-ാം തീയതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പെരളശ്ശേരി തളിയിൽ ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച് ആലക്കാട്ട് മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് ശോഭായാത്ര ക്രമീകരിച്ചത്. പരിപാടി നിശ്ചയിച്ച് നോട്ടീസും വിതരണം ചെയ്തതിന് പിന്നാലെയാണ് CPM ലോക്കൽ കമ്മിറ്റി അംഗം ഭീഷണിയുമായി രംഗത്തെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തി പരിപാടി നടത്താൻ അനുവാദം നൽകിയാൽ CPMനും DYFIക്കും ഉൾപ്പെടെ മടപ്പുരയിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകേണ്ടി വരുമെന്നും ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്നുമാണ് ഭീഷണി. എന്നാൽ ഇത്തരം ഭീഷണികൾ വകവെച്ചു കൊടുക്കാനാകില്ലെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അത് എനിക്ക് തോന്നുന്നത് അത് ഒരു പാർട്ടി തലത്തിലൊരു ഗൂഢാലോചന, ഇത് ഒരു സ്വന്തം ഒരു ധാർഷ്ട്യം കാണിക്കുക എന്നുള്ള. കാരണം ഞാനാണ് ഇവിടുത്തെ വലിയ എന്തോ ഒരു സംഭവമാണ്, വേറെ ഒരു സംഭവമല്ല. കാരണം ഓൻ്റെ വിചാരം അത് വെറും വിചാരം മാത്രമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി തലത്തിലൊരു തീരുമാനം വേണ്ടേ? അങ്ങനെയൊന്നുമില്ലല്ലോ. അല്ല, ഇത് ഒരു ഹിന്ദുക്കളെ അങ്ങനെ ഞാൻ പറയുന്നത് ഒരു ക്രിസ്ത്യൻസിൻ്റെയോ ഒരു മുസ്ലിങ്ങളുടെയോ പരിപാടി ഒരു നിശ്ചയിച്ചു. ഇപ്പം പെരളശ്ശേരിയിൽ എത്രയോ നബിദിന ഘോഷം പല കാര്യവും നടക്കുന്നുണ്ട്. ഇവരതിന് പോയിട്ട് തട്ടിയിടാൻ നോക്കട്ടെ. അവർ അവിടെ നടത്താൻ പറ്റും, ഇവിടെ നടത്താൻ പറ്റും, ഇപ്പോൾ അറിയാൻ പറ്റുമോ? അവർക്ക് തൻ്റെ ഇട്ടുണ്ടായിന്. അങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്യട്ടെ. ഒരു ഹിന്ദു ധർമ്മത്തിന് മാത്രം ഇവർ എതിരായിട്ട് എന്താ നിൽക്കുന്നത്? ഹിന്ദുക്കൾ എന്ത് കാര്യം സംഘടിക്കും. ഇവിടെ അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഗണേശോത്സവം സംഘടിപ്പിക്കുമ്പോൾ പേര് നമ്മളെ സ്റ്റേഷനിൽ വരെ കയറ്റിയ ഇവിടെ ശശികല ടീച്ചർ ഇവിടെ കാലുകുത്താൻ വിടില്ല എന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ ഈ പിന്നെ മാന്യ വ്യക്തിയുണ്ട്, ശശികല ടീച്ചർ ഇവിടെ കാലുകുത്താ. ശശികല ടീച്ചർക്ക് എന്താ ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ടോ ഇവിടെ കൂട്ടം? നമ്മളതാ സ്റ്റേഷനിൽ നമ്മളെ ചോദിച്ചതാ. ബാലഗോകുലം 2 ശ്രീകൃഷ്ണ ജയന്തി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് പെരളശ്ശേരി ടൗണിൽ നിന്ന് ആരംഭിച്ച് ആലക്കാട്ട് മടപ്പുരയിലേക്കാണ് നിലവിൽ ആദ്യം നിശ്ചയിച്ചത്. അപ്പോൾ ഈ സമാപന പരിപാടി നിശ്ചയിച്ചത് ആലക്കാട്ട് മടപ്പുരയിലാണ്. അപ്പോൾ ഈ പ്രസിഡന്റിനെയാണ് ഈ അനീഷ് എന്ന് പറയുന്ന CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ഇങ്ങനെ നിലവിൽ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ നമ്മളൊരു മുഖവിലക്ക് എടുക്കുന്നൊന്നുമില്ല. ഒരു ഭാഗത്ത് തങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന് പറഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി പരിപാടിക്കെതിരെ സ്വന്തം പാർട്ടിക്കാരൻ്റെ ഭീഷണി ഉയർന്നിരിക്കുന്നത്. ജനം, കണ്ണൂർ.